സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരി ഭാഗത്താണ്. വളാഞ്ചേരി ബൈപ്പാസ് ചൈനേജ് നമ്പർ 303 വളാഞ്ചേരി ഭാഗത്തുള്ള പാടാണ് ഈ കാണുന്നത്. അപ്പോൾ വളാഞ്ചേരിയുള്ള ആളുകളൊന്ന് സൂക്ഷിക്കുക. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഇതിലൂടെ നല്ല രീതിയിൽ കക്കൂസ് മാലിന്യം ഈ പാടത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നല്ല രീതിയിലുള്ള സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പം മക്കളെയൊക്കെ മീൻ പിടിക്കാനും മറ്റിനൊക്കെ തോട്ടിലേക്കും പാടത്തേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. വളാഞ്ചേരിയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി കാലത്ത് ഇതാണ് ഇവിടെ നിർത്തിയിട്ട് ഇതിലൂടെ ഒഴുക്കി വിട്ടുകാന്നുണ്ടെങ്കിൽ ആര് ശല്യമില്ലാതെ പോയിക്കോളൂ. നോക്കിന് വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഒഴുക്കി പോയ മാതിരി അയക്കണം അവിടെയൊക്കെ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. വളാഞ്ചേരി ഭാഗത്തുള്ള ആളുകൾ വിശാലമായിട്ടുള്ള നെൽപ്പാടത്തിലേക്കാണ് ഇതാണ്. ഇതിലൂടെ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് നമുക്കിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വട്ടപ്പാറ വാടയ്ക്ക് കഴിഞ്ഞ ദിവസമുള്ള ചൈനേജ് നമ്പർ 303+200. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട നഗരസഭയിൽ പരാതി നൽകി. ദേശീയപാതയിലെ ഓണിയൽ പാലം, വട്ടപ്പാറ വയഡറ്റിന് മുകളിൽ നിന്നും സമീപത്തെ കൃഷിസ്ഥലങ്ങളിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വടക്കുമുറി ഡിവിഷൻ പ്രതിനിധികൾ നഗരസഭാ സെക്രട്ടറിക്കും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. പരാതി കൊടുക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ടുള്ളൊരു ശല്യമാണ്. ഈ നമ്മുടെ ടൗണുകളിൽ നിന്നുള്ള കക്കൂസ് വേസ്റ്റുകൾ ഉൾപ്പെടെ നമ്മളെ നാടിൻ്റെ തന്നെ അഭിമാനമായിട്ട് മാറിയിട്ടുള്ള വയഡക്റ്റ് പാലത്തിൽ, ഓണിയൽ പാലത്തു നിന്ന് വട്ടപ്പാറയ്ക്ക് പോകുന്ന ഭാഗത്ത് അതിൻ്റെ ഇടയിൽ ഉള്ള ഭാഗങ്ങൾ പാടത്തേക്ക് ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. അത് നിരന്തരമായിട്ട് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അത് ഇവർ അർദ്ധരാത്രി, രാത്രി 12 മണി, 2 മണി, 4 മണി ഈ സമയങ്ങളിലൊക്കെ വന്നിട്ടാണ്, ആളില്ലാത്ത സമയത്ത്, ആളൊഴിഞ്ഞ പ്രദേശമാണ്, ആളില്ലാത്ത സമയം കൂടി നോക്കി ഈ തള്ളുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് പ്രദേശത്ത് ആരോഗ്യപരമായ പല കാരണങ്ങൾ കൊണ്ടും വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ളൊരു സംഭവം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് നഗരസഭ അടിയന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നഗരസഭയിൽ പരാതി കൊടുത്തിട്ടുള്ളത്. പ്രദേശത്ത് തന്നെ നേരത്തെ സെക്രട്ടേറിയറ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 100ഓളം ഗുണഭോക്താക്കളുള്ള ഒരു കുടിവെള്ള പദ്ധതി, അതുപോലെ അന്തിമഹാകാളംകുളം, അതുപോലെ നഗരസഭ നിരവധി ഫണ്ടുകൾ വെച്ചിട്ട് നവീകരിച്ച കറ്റട്ടിക്കുളം ഉൾപ്പെടെയുള്ള, അതുപോലെ പ്രദേശത്തുള്ള വീടുകളിലെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉള്ള ഒരു ജലസ്രോതസ്സുകൾ കൂടി വെല്ലുവിളിയാണ് ഇത്തരം ചെയ്തികൾ. അതാരായാലും ആർക്കെതിരായാലും നഗരസഭ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഞങ്ങൾ വാർഡ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. ഇവരുടെ വീട്ടിൽ ഇവരുടെ അനിയൻ്റെ കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടാതെ ഇതുമൂലമല്ല, പക്ഷേ എന്നാലും ഇനിയും അത്തരത്തിലുള്ള രോഗങ്ങളും അത്തരത്തിലുള്ള മരണങ്ങളും നാട്ടിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം ചെയ്തികൾ ഇല്ലാതാക്കണം. അതിനെതിരെയുള്ള ആദ്യത്തെ ഒരു നിയമപരമായ പോരാട്ടമാണ് ഈ നഗരസഭയിൽ കൊടുത്തിട്ടുള്ളത്. നഗരസഭയുടെയും നിയമപാലകരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത്തരത്തിലുള്ള വണ്ടികൾ ഞങ്ങൾ നാട്ടുകാരൊരുമിക്കും. അതിൽ കക്ഷി, രാഷ്ട്രീയ, ജാതി, മത ഭേദമില്ലാതെ നാടിൻ്റെ ഒരാവശ്യമായിട്ട് ഞങ്ങൾ നാട്ടുകാരൊരുമിച്ച് ഇവരെ പിടികൂടുക തന്നെ ചെയ്യും. പിടികൂടി ഞങ്ങൾ നിയമം കയ്യിലെടുക്കുകയല്ല, നിയമത്തിന് മുന്നിൽ ഇവരെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുക. അത് ഇത്തരക്കാർക്കെതിരെ ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണിത്. പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ ഗുണഭോക്താക്കളായുള്ള കുടിവെള്ള പദ്ധതി അന്തിമഹാകാളൻകുളം, നഗരസഭാ ഫണ്ട് വിനിയോഗിച്ച് നവീകരിച്ച കറ്റട്ടിക്കുളം, പ്രദേശത്തെ വീടുകളിലെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾക്ക് ഭീഷണിയാണ്. ഇത്തരം പ്രവൃത്തികൾ എന്നും പ്രദേശത്തെ തന്നെ മാറാരോഗങ്ങളിലേക്ക് എത്തിച്ചേക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ ഉള്ളതെന്നും പരാതിക്കാർ പറഞ്ഞു. ഇത്തരക്കാർക്ക് എതിരെ ശക്തമായ നിയമ നടപടികൾ അധികാരികൾ എടുക്കണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു. മുഹസിൻ വടക്കുമുറി, സൈദലവി പിലാക്കോളി, നജീബ് വടക്കുമുറി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.